നമസ്കാരം. മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയ ഭാരതാംബ ചിത്ര വിവാദത്തിന് പിന്നാലെ ഇപ്പോൾ രാജ്ഭവൻ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ സാധിക്കില്ല എന്നും എല്ലാ ഉദ്ഘാടനത്തിനും ഈ ചിത്രം അവിടെ തന്നെ ഉണ്ടാകുമെന്നുമാണ് രാജ്ഭവൻ ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ഇനി രാജ്ഭവനിൽ സർക്കാർ പരിപാടികൾ നടക്കാനുള്ള സാധ്യത മങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീരുമാനത്തിൽ രാജ്ഭവൻ ഉറച്ചു നിൽക്കുകയാണ്. സർക്കാരിന്റെ ഉദ്ഘാടന പരിപാടികളൊന്നും ഇനി ഇവിടെ നടന്നേക്കില്ല. സത്യപ്രതിജ്ഞ മാത്രമാകും രാജ്ഭവനിൽ നടക്കുക. ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിൽ രാജ്ഭവൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കില്ല എന്നും അറിയാൻ കഴിയുന്നു. മന്ത്രിക്കെതിരായ പ്രസ്താവനയിൽ വിവാദം അവസാനിപ്പിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം. ഭാരതാംബ വിവാദത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് അതേസമയം പുറത്തേക്ക് വരുന്നത്. ഇത് സംബന്ധിച്ച് ലോ സെക്രട്ടറിയോട് നിയമോപദേശം തേടിയിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയാണ് വിവാദത്തിൽ സർക്കാരിന് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ചോദിച്ചിരിക്കുന്നത്. രാജ്ഭവനിലെ പരിപാടിയിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ വെക്കണമെന്ന പ്രോട്ടോകോൾ ഉണ്ടോ, മന്ത്രിസഭയ്ക്ക് ഇക്കാര്യത്തിൽ ഉപദേശം നൽകാനാകുമോ എന്ന് വ്യക്തമാക്കണമെന്നാണ് നിർദ്ദേശം. മറുപടിക്ക് ശേഷം സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെയാണ് രാജ്ഭവനിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത്. ചിത്രം വെക്കില്ല എന്ന് നേരത്തെ മന്ത്രിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ മന്ത്രി എത്തിയപ്പോൾ വേദിയിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടായിരുന്നു. ഇതോടെ മന്ത്രി പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. രാജ്ഭവൻ തന്നെ രാഷ്ട്രീയ കേന്ദ്രമാക്കുകയാണ് എന്നും കുട്ടികളെ അഭിസംബോധന ചെയ്ത ശേഷം താൻ പരിപാടി ബഹിഷ്കരിക്കുകയാണ് എന്നും മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ജനത ഓൺലൈൻ.